വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പി ഇ റേഷ്യോ ഇ പി എസിൽ നിന്നും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും എങ്ങനെ നമ്മൾ പി ഇ റേഷ്യോ കണ്ടെത്തുമെന്ന് പഠിച്ചു. പി ഇ റേഷ്യോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഇ പി എസ് ഈസ് ഈക്വൽ ടു പി ഇ റേഷ്യോ നമുക്ക് കിട്ടി. പക്ഷെ പി ഇ റേഷ്യോയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കമ്പാരിസൺ കണ്ടെത്തി? പി ഇ റേഷ്യോ, ഇൻഡസ്ട്രി പി ഇ റേഷ്യോ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ് പോയി കാണുക. വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ, അതിന് മുന്നത്തെ ക്ലാസ്സും കാണാത്തവരൊക്കെ അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ് ഇരിക്കാൻ. ഇത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ബിഗിനേഴ്സിന്റെ ഫണ്ടമെന്റൽ അനാലിസിസിനെ പറ്റിയിട്ടുള്ള ഫണ്ടമെന്റൽ ക്ലാസ്സസ് ആണ്. അത് 1 by 1 ആയിട്ട് സീരീസ് ആയിട്ട് വരുന്നതിന്റെ ഒരു സീരീസ് പാർട്ടാണിത്. അതുകൊണ്ട് ഇടയിൽ വെച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. സ്റ്റഡീസ് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യണം. നിങ്ങൾ എല്ലാവരും പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ. ദിസ് എ സീരീസ്, കറക്റ്റ് ഓർഡർലി വരികയാണ് നമ്മൾ. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് PEG റേഷ്യോ, അതായത് ഗ്രോത്ത് അഡ്ജസ്റ്റഡ് PE റേഷ്യോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പി ഇ റേഷ്യോ മാത്രം എന്നാൽ എന്തെന്നും അതിനെ ഇൻഡസ്ട്രി പി വെച്ച് എങ്ങനെ കമ്പയർ ചെയ്യണമെന്നും പ്രൈസിനെ ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ ഇനി അവിടെ നിന്ന് നമുക്കൊരു പി ഇ റേഷ്യോ കണ്ടെത്തി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി പി ഇ റേഷ്യോ വെച്ചിട്ട് ഇനി അതിന്റെ ഭാവി എന്തായിരിക്കും, വരാൻ പോകുന്ന ഷോർട്ട് ടേം പീരീഡിൽ അതിന്റെ ഭാവി എങ്ങോട്ടായിരിക്കും സാധ്യത കൂടുതൽ, മുകളിലേക്കാണെങ്കിൽ എത്ര വരെ പോകാൻ സാധ്യതയുണ്ട്, താഴെയാണെങ്കിൽ എത്ര വരെ പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം അതിലൂടെ നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റുമെന്നുള്ള കാര്യം പഠിച്ചു. കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് മാത്രം വീണ്ടും വരിക. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? PEG റേഷ്യോ. സോ ഗ്രോത്ത് അഡ്ജസ്റ്റഡ് PE റേഷ്യോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച PE എന്ന് പറയുന്നത് ഒരു വർഷത്തെ കമ്പനിയുടെ ഏർണിംഗ്സ് ബേസിസിൽ പ്രൈസ് ഷെയർ മാർക്കറ്റിൽ എത്ര ടൈംസ് അധികമാണ് ഷെയർ പ്രൈസ് ട്രേഡ് ചെയ്യപ്പെടുന്നത്, എത്ര ബിലോ ആണ്, എത്ര അധികമാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതേ സ്ഥാനത്ത് ഇത് PEG റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ പോയ 3 വർഷത്തെ ആവറേജ് വളർച്ചയിൽ നിന്നും അതിൻ്റെ എത്ര അധികം ടൈംസ് ആണോ, എത്ര ടൈംസ് അധികമാണ്, എത്ര ടൈംസ് അത് എന്താ പറയാണ്, അതിൻ്റെ ഗ്രോത്ത്, ഏത് ഷെയർ മാർക്കറ്റിലുള്ള ഷെയർ പ്രൈസിൻ്റെ ഗ്രോത്ത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് PEG റേഷ്യോ കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനാവശ്യം നമുക്ക് എന്താണ്? കമ്പനിയുടെ 3 വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്, പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കി എന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് PE റേഷ്യോ എത്രയാണോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ PEG റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് അഡ്ജസ്റ്റഡ് PE റേഷ്യോ. ഗ്രോത്ത് അഡ്ജസ്റ്റഡ് പ്രൈസ് ടു ഏർണിംഗ്സ് ഈസ് ഈക്വൽ ടു PEG റേഷ്യോ. അപ്പോൾ ഗ്രോത്തിനെ എങ്ങനെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? ഗ്രോത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രോത്ത് ആണ്? കഴിഞ്ഞു പോയ 3 വർഷത്തെ കമ്പനിയുടെ ഗ്രോത്തിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് അഡ്ജസ്റ്റഡ്, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന മെട്രിക് ഏതാണ്? കഴിഞ്ഞു പോയ 3 വർഷത്തെ ഗ്രോത്ത് ഡിവൈഡഡ് ബൈ PE റേഷ്യോ. കമ്പനിയുടെ ഇൻഡസ്ട്രി PE എത്രയാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നോട്ട് ചെയ്യേണ്ട, മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് പോകേണ്ട പോയിന്റാണ്. ഇതൊക്കെ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ നോട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ആദ്യം മുതൽ നിങ്ങളിത് കൃത്യമായി ചാപ്റ്റർ ഓർഡർലി പഠിച്ചു വരുന്നവർക്ക് 100% ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ വളരെ സ്ട്രെയിൻ ചെയ്ത് സ്ട്രെസ് എടുത്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എല്ലാവരും പഠിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇത്രയും സിമ്പിളായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. നിങ്ങളിപ്പോൾ ഏത് ലെവൽ വരെ പഠിച്ചു, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞു പോയ സീരീസിൽ നിന്നും എന്തൊക്കെ പഠിച്ചു എന്നുള്ളതോ, അല്ല നിങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അല്ല പ്രീവിയസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യം നമ്മുടെ ഇതിൽ നിന്നും കൃത്യമായ രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച പോയിന്റ്സ് എന്തൊക്കെയാണെന്നും നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യണം. അത് നിങ്ങൾ എന്നോട് ചെയ്തിട്ടുന്ന കടമയാണ്. ഓക്കെ, ആസ് എ മെൻറ്ററായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം മസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റി ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. ഈ തവണയും ഞാനത് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടി നിങ്ങൾ ഇന്നേ തന്നെ നിങ്ങൾ ഒരു ചെറിയ തുക എല്ലാ മാസവും മാറ്റി വെക്കാനോ അല്ലെങ്കിൽ ലംസമായിട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ സൂം കമ്മ്യൂണിക്കേഷനിൽ 1-to-1 ഇരുന്ന് നമുക്ക് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഫണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാം. ഓക്കെ, സോ അതിനുള്ള എല്ലാ ഗൈഡൻസും ഞാൻ തരും. ഐ എം എ രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. എല്ലാ AMC ആയിട്ടും ഞാൻ ലിങ്ക്ഡ് ആണ്. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ
ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫണ്ട് ഉണ്ടോ, ഏത് ബാങ്കിൻ്റെ ഒത്തിരി ബാങ്ക്സ് നമുക്ക് അത്യാവശ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവർക്കും അതേ ബാങ്കിൽ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് 100% വിശ്വാസം വരുന്ന രീതിയിൽ എല്ലാ കാര്യം എന്തൊക്കെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് മ്യൂച്വൽ ഫണ്ട് സ്ട്രേറ്റ് അവേ ഇൻവെസ്റ്റ്. അങ്ങനെയല്ല, ഒരു ഗൈഡൻസ് ഇല്ലാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലരുടെയും അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാനുണ്ട്. ഇനി ഒരിക്കലും ഞാനത് പങ്കുവയ്ക്കാം. പലരും എന്നെ വിളിച്ചിട്ട് മ്യൂച്വൽ ഫണ്ട് എന്നും പറഞ്ഞ് അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടേ അല്ല എന്ന് വരെ തിരിച്ചറിഞ്ഞ കേസസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇപ്പോൾ നല്ല രീതിയിൽ എനിക്ക് റെസ്പോൺസ് ഉണ്ട്. ഒരുപാട് പേര് എന്നെ എന്താ പറയുക സമീപിക്കുന്നുണ്ട്, സാർ എനിക്ക് എന്ത് ചെയ്യണമെന്ന്. കൃത്യമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. സോ പലരുടെയും ഫണ്ട്സ് ഒക്കെ കയറി നോക്കുമ്പോൾ ആരൊക്കെയോ സജസ്റ്റ് ചെയ്തിട്ടുള്ളതും അവർ കയറി ചെയ്തിട്ടുള്ളതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. സോ അത്തരം സിറ്റുവേഷനിൽ എന്തായാലും ഞാൻ നിങ്ങളെ കൊണ്ട് പെടുത്തത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിൽ ഞാൻ 100% ഉറച്ചു നിൽക്കും. നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്നെ 100% വിശ്വസിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ PEG റേഷ്യോ. സോ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് 1-to-1 സിറ്റിങ്ങിലൂടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫണ്ട് കണ്ടെത്തിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് ആരംഭിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. PEG റേഷ്യോ. PEG റേഷ്യോ ഞാൻ പറഞ്ഞു, ഇവിടെ നോക്കൂ, നിങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. PEG റേഷ്യോ എന്ന് ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കൂ, 0.61. എന്താ കൊടുത്തേക്കുന്നത്? 0.61. അപ്പോൾ PEG ഞാൻ പറഞ്ഞു, ഗ്രോത്ത് അഡ്ജസ്റ്റഡ് PE റേഷ്യോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ PE പറ്റി പഠിച്ചു. സ്റ്റോക്ക് PE എന്നാൽ എന്തെന്ന് പഠിച്ചു. അതിനെ ഇൻഡസ്ട്രി PE ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ആ കമ്പാരിസണിൽ നിന്നും പ്രൈസ് മുന്നോട്ടോ താഴ്പോട്ടോ ഇനി എത്ര വരെ പോവുകയാണെങ്കിൽ ഏതുവരെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ എങ്ങനെ അനാലിസിസ് നടത്തണം എന്നുള്ളത് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് PEG റേഷ്യോയുടെ പെർസെൻറ്റേജ് ആണ് നമുക്ക് അറിയേണ്ടുന്നത്. ഓക്കെ, അതെപ്പോഴും അതിൻ്റെ ആക്ച്വൽ മെട്രിക്സ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, 1 താഴെ ഇരിക്കണം എന്നുള്ളതാണ്. PEG റേഷ്യോ 1 താഴെ ഇരിക്കണം. PE റേഷ്യോസ് എപ്പോഴും PE റേഷ്യോ കൂടുന്തോറും, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയൊരു കാര്യമാണ്. PE റേഷ്യോ എപ്പോഴും എന്തായിരിക്കണം? ഇവിടെ നോക്കൂ, ഇവിടെ കഴിഞ്ഞ അതേ കമ്പനി ക്ലാസ്സിലെ അതേ ഇത് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. സോ PE റേഷ്യോ ഇവിടെ 15 ആണ്. PE റേഷ്യോ കൂടുന്തോറും അതിനർത്ഥം എന്താണ്? മാർക്കറ്റിൽ പ്രൈസ് കമ്പനിയുടെ ഏർണിങ്സിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു? മാർക്കറ്റ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ PE റേഷ്യോ കുറയുന്നതാണ് ഏറ്റവും നല്ലത്. PE റേഷ്യോ കൂടുന്തോറും മാർക്കറ്റിൽ ഇനി അത് തിരിച്ചൊരു കറക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പോയിന്റും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ദി പാസ്റ്റ് ചാപ്റ്റേഴ്സ് കണ്ടിന്യൂഷൻ ആയിട്ട് കണ്ടാൽ മതി. ഞാനത് വിട്ടുപോയത് കൊണ്ട് ഇവിടെ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ദിസ് ലെവൽ ഇവിടെ നമ്മൾ നോക്കുന്നത് PEG റേഷ്യോയുടെ ആക്ച്വൽ നമുക്ക് എത്ര വേണ്ടത്? 1 എബോവ് ആണെങ്കിൽ അത് എന്താണ്? അത് കമ്പനി ഉണ്ടാക്കിയ ലാഭത്തെക്കാൾ, കമ്പനിയുടെ ലാഭത്തിന്റെ ബേസിസിലല്ല, അതിനേക്കാൾ കൂടുതലായിട്ടാണ് ഷെയർ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നു എന്നർത്ഥം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, നമ്മൾ PEG എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കമ്പനിയുടെ കഴിഞ്ഞു പോയ 3 വർഷം അവരുണ്ടാക്കിയ പ്രോഫിറ്റ് തന്നെയാണ്. പ്രോഫിറ്റ് കഴിഞ്ഞു പോയ 3 വർഷത്തിൽ അവരുടെ എല്ലാ എക്സ്പെൻഡിച്ചറും പോയിട്ടുള്ള ലാഭം എത്രയായിരുന്നുവോ ആ ഒരു ലാഭത്തെ നമ്മൾ ഈ PE റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാ നോക്കൂ, നമുക്കിവിടെ സിമ്പിൾ ശ്രദ്ധിച്ചാൽ ഇവിടെ എത്രയാണ് നോക്കൂ, PE റേഷ്യോ എത്രയാണോ അതിനെ ഏത് കഴിഞ്ഞു പോയ വർഷത്തെ ലാഭം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് PEG റേഷ്യോ കിട്ടും. PE റേഷ്യോ എത്ര? 15.6. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ എത്ര കൊടുത്തേക്കുന്നത്? 25.7. ഇതെന്താണ്? 25 പ്രോഫിറ്റ് വാർ 3 ഇയേഴ്സ്. വാർ എന്ന് വെച്ചാൽ വേരിയേഷൻസ് അല്ലെങ്കിൽ വേരിയൻസ്. 3 വർഷത്തെ കഴിഞ്ഞു പോയ 3 വർഷം ഈ കമ്പനി സമ്പാദിച്ച പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? എത്ര പെർസെൻറ്റേജ് സമ്പാദിച്ചു? എത്ര? 25%. അവരുടെ ടോട്ടൽ അവരുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് 25% ആണ് അവർ സമ്പാദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് PEG റേഷ്യോ എങ്ങനെ കണ്ടെത്താം? PEG റേഷ്യോ എന്ന് പറയുന്നത് 15. PE റേഷ്യോ എത്രയാണ് ഇവിടുത്തെ? 15.6. അപ്പോൾ 15.6 ഡിവൈഡഡ് ബൈ എത്ര പ്രോഫിറ്റ് സമ്പാദിച്ചു? 25.7%. 25.7% നോക്കിക്കഴിഞ്ഞാൽ എത്ര വാല്യൂ വരുന്നു? 0.607. 607 എന്ന് പറയുമ്പോൾ ആ 0 7ൽ നിന്ന് 1 ഇങ്ങോട്ട് കടമെടുത്തു കഴിഞ്ഞാൽ എത്ര?
0.61 ആയി അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ളത്. അതേമാതിരി PEG റേഷ്യോ നോക്കൂ, ഇവിടെ എത്ര കൊടുത്തേക്കുന്നത്? 0.61. കണ്ടോ? അപ്പോൾ 0.61 എന്ന് പറഞ്ഞാൽ ഈ PEG റേഷ്യോ എവിടുന്ന വന്നേക്കുന്ന PE റേഷ്യോ, കമ്പനിയുടെ PE റേഷ്യോ, കറണ്ട് PE എത്രയാണോ PE റേഷ്യോ ഡിവൈഡഡ് ബൈ കമ്പനിയുടെ പ്രോഫിറ്റ്, കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ്. PE റേഷ്യോനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 വർഷം ഉണ്ടാക്കിയ ലാഭം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 വർഷത്തെ ലാഭം ഇത് കൂടുതലായതുകൊണ്ടാണ്, കമ്പാരിറ്റീവ്ലി കൂടുതലായതുകൊണ്ടാണ് ഇത് എത്ര വന്നത്? 1ന് താഴെ വന്നിരിക്കുന്നത്. ഈ ഡിജിറ്റ് PEG റേഷ്യോ 1ന് താഴെ ഉണ്ടെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആണ്. ഒരു കൈൻഡ് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് അണ്ടർ വാല്യൂഡ് സിറ്റുവേഷൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. 1ന് മുകളിലാണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? PEG റേഷ്യോയുടെ വാല്യൂയേക്കാൾ കുറവാണ് പ്രോഫിറ്റ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വാല്യൂ എത്രയായിരിക്കും? ഇത് 1ന് മുകളിൽ പോകും. ഉദാഹരണം നോക്കൂ, ഇവിടെ 25, ഇവിടെ 15 അല്ലേ നമ്മൾ കണ്ടത്. ഇവിടെ ഇതേ 15ന് തന്നെ നിലനിർത്തിയിട്ട് 15.6 ഓക്കെ ഡിവൈഡഡ് ബൈ, ഇതിപ്പോൾ 25 ആയതുകൊണ്ടാണ് നമുക്ക് വാല്യൂ 1ന് താഴെ വന്നത്. ഇത് 15.6 എന്നുള്ളത് ഞാൻ ഇവിടെ പ്രോഫിറ്റ് 10% പോട്ടെ, കാരണം 15ന് താഴെ 12% വെച്ചോളൂ. എക്സാമ്പിൾ 12 ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എത്ര? 1.3 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് വെച്ച് മാറ്റി തിരിച്ച് നോക്കി നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം. 1.3 എന്ന് പറയുമ്പോൾ അപ്പം എന്താണ്? PEG റേഷ്യോ ഗ്രോത്തിനേക്കാൾ PE റേഷ്യോ കൂടുന്നു എന്നർത്ഥം. പക്ഷേ ഇവിടുത്തെ സിനാരിയോയിൽ നോക്കൂ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഉണ്ടാക്കിയ ലാഭത്തെക്കാൾ മാർക്കറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കമ്പനിക്ക് ഉണ്ടാക്കിയ ലാഭത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനിയും കൂടാനുള്ള സാധ്യതയാണ്, ഇനിയും കൂടുതൽ കൊടുക്കാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് PEG റേഷ്യോ മനസ്സിലാക്കുന്നത്. PEG റേഷ്യോ എപ്പോഴും 1ന് താഴെ ഇരിക്കുന്നത് അണ്ടർ വാല്യൂവിൻ്റെ ഒരു ഡിഫറെൻറ്റ് മെട്രിക്സിൽ ഒരു മെട്രിക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, നോട്ട് ചെയ്യാം. PEG റേഷ്യോ എപ്പോഴും 1ന് താഴെ ഇരിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മാക്സിമം 1.5 വരെ ഒക്കെ. പക്ഷെ 1 ആണ് ഏറ്റവും ബെസ്റ്റ്. 1ന് താഴെ എത്ര വന്നാലും നല്ലതാണ്, എത്ര വന്നാലും. 1ന് മുകളിൽ പോകും തോറും എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കമ്പനി ഉണ്ടാക്കുന്ന ലാഭം ഒരു സൈഡിൽ. പക്ഷേ ഷെയർ മാർക്കറ്റ് അതൊന്നും ബോധറാകുന്നില്ല. ഷെയർ മാർക്കറ്റ് വീണ്ടും മേലും ആ കമ്പനിയുടെ പുറത്ത് ഇൻവെസ്റ്റ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അത് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. അതത്ര നല്ലതല്ല, കാരണം അത് ഭാവിയിൽ എന്താ ചെയ്യുക? ഒരു നല്ല കറക്ഷൻസിനൊക്കെ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒന്നും, നല്ല വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും നോക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത് PEG റേഷ്യോ കൂടുതലായി നിൽക്കുന്നു, 2.3 നിൽക്കുന്നു, ചിലതൊക്കെ 5 നിൽക്കുന്നു. ചില സ്റ്റോക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. നോക്കൂ, നമ്മളിപ്പോൾ ഏറ്റവും ഈ ഒരു സ്റ്റോക്ക് നോക്കൂ, ഈ ഒരു സ്റ്റോക്കിന്റെ PEG റേഷ്യോ നോക്കൂ, 7.4%. 7.4% എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? 7.4 എന്ന് പറയുന്നത് അത് എങ്ങനെ കിട്ടി നോക്കൂ. അതിന്റെ സ്റ്റോക്ക് PE നോക്കൂ, 215 ടൈംസ്. ബുക്ക് വാല്യൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് EPSനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 215 ടൈംസ് അധികമാണ് ഷെയർ മാർക്കറ്റിൽ അത് പ്രൈസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ PEG റേഷ്യോ 7.4 എന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കും. കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് അവർ 28% റീസണബിളി അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനും എത്രയോ അധികം ഷെയർ മാർക്കറ്റിൽ ഓൾറെഡി ആ പ്രൈസ് വാല്യൂ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഫാക്ടർ ഇൻ എന്നാണ് ഈ പറയുന്ന പേര്. ആക്ച്വലി ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ റീസണബിളി തന്നെയാണ്, അവരുടെ കാര്യത്തിൽ അവർ കറക്റ്റായിട്ട് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയുടെ പുറത്ത് ഓവർ ഇൻവെസ്റ്റ്മെന്റ് നടന്നിരിക്കുന്നു എന്നർത്ഥം. അത്തരം ഒരു കമ്പനിയിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു രീതിയിലിരിക്കുന്ന ഒരു കമ്പനിയിൽ മേലും ഈ കമ്പനി ഇനിയും മുന്നോട്ട് ഒരുപാട് വളരുമെന്നുള്ള ധാരണയിൽ വലിയ ഇൻവെസ്റ്റേഴ്സ്, നിങ്ങൾ അവിടെയാണ്, നമ്മൾ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാഴ്ചപ്പാടിലൂടെയല്ലേ നമ്മളും ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണാൻ. കാരണം നമ്മൾ ചെറുകിട ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങളൊരു 1000, 2000, 5000 സ്റ്റോക്സ് വാങ്ങിച്ചാൽ പോലും നിങ്ങളും ചെറിയ ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ 10000 വാങ്ങിച്ചാൽ പോലും ചെറിയ ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ള വലിയ എന്താ പറയുക, HNIs അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ള വലിയ കമ്പനീസൊക്കെ എന്താ ചെയ്യുക, ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഒരിക്കലും അവർ ഈ സ്റ്റോക്സ് പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇത്തരം സ്റ്റോക്സിൻ്റെ പുറത്ത്, ഇത്തരം കമ്പനിയുടെ പുറത്തൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഷെയർ മാർക്കറ്റിൻ്റെ
ലാംഗ്വേജ് വേറെ, കമ്പനിയുടെ പ്രവർത്തനം വേറെയാണ്. ഓക്കെ, സോ അതുകൊണ്ട് സ്റ്റോക്ക് എന്ന് പറയും. ഇത്തരം സ്റ്റോക്സിൻ്റെ പുറത്ത് മേലും ഇത് അവർക്ക് ഗെയിൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ പോകത്തില്ല. അവരെന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഇറങ്ങി 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 താഴെ ഈ വാല്യൂസൊക്കെ നോർമലൈസ് ആകാനുള്ള സമയം അവർ എടുക്കുന്നത് വരെ വരത്തില്ല. അപ്പം നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? വെറുതെ ആരെങ്കിലും ഒരാൾ പറയുന്നു, അതിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയുന്നു, ഇവർ പറയുന്നു, അവർ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങളും ഈ ഓക്കെ കമ്പനി നല്ല കമ്പനിയാണ്, കമ്പനിയിൽ നിന്നും ഒരു കുഴപ്പമില്ല. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് നോക്കൂ, 28% ആവറേജ് 3 വർഷം കൊണ്ട് അവരുടെ കമ്പനിയുടെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം അവർ റീസണബിളി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഹയസ്റ്റ് ഒരുപാട് അധികമായിട്ടാണ് അവർ കമ്പനിക്ക് കൊടുക്കേണ്ടുന്നതിൽ നിന്നും എത്രയോ ടൈംസ് അധികം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർ ഷോർട്ട് ടേം 1 ദിവസം 2 ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില സാഹചര്യങ്ങൾ, ചില ബുള്ളിഷ് മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ വളരെ എന്താ പറയുക മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെവി ബെയറിഷ്, ഹെവി ബുള്ളിഷ് സിനാരിയോസിലൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. ഇപ്പോൾ ഒരു വോളറ്റിലിറ്റി ഒക്കെ സംഭവിച്ചെന്ന് വരാം. കാരണം നൂല് പിടിച്ച പോലെ പ്രൈസ് എപ്പോഴും മേളിൽ നിന്ന് ഇങ്ങനെ താഴ്പോട്ടേക്കൊന്നും വരത്തില്ല. ഇങ്ങനെ ഏറി ഇറങ്ങി തന്നെ വരത്തുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഡേറ്റാസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുക. പുതിയ സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഞാനൊരു ന്യൂ സ്റ്റുഡൻ്റ് ആണെന്നുള്ള കാര്യവും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് 1 രൂപ പോലും നിങ്ങൾ പുറത്ത് കൊടുത്ത് 1 രൂപ പോലും നിങ്ങൾ മുടക്കി നിങ്ങളൊന്നും പഠിക്കേണ്ട, നിങ്ങൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം നിങ്ങളെ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്തി തരാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഓരോ ക്ലാസ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. കഴിഞ്ഞ ക്ലാസ്സസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കണ്ട് നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, നല്ലോണം ഈ പോയിൻറ്റ്സൊക്കെ വെറുതെ കേട്ടത് കൊണ്ട് കാര്യമില്ല. നിങ്ങളൊരു നോട്ടിൽ കൃത്യമായ ഓർഡർലി തന്നെ രേഖപ്പെടുത്തി മുന്നോട്ട് പോവുക. ഓക്കെ, സോ ദെൻ ഓൺലി യു ക്യാൻ ജസ്റ്റ് എന്താ പറയുക ഒരു യു ക്യാൻ ഗെറ്റ് ഒരു ഫണ്ടമെൻ്റൽ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. വൺസ് യു ഗെറ്റ് എ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് പിന്നെ ഒന്നും ആശ്രയിക്കേണ്ട. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ സ്റ്റോക്കിന് അനാലിസിസ് നടത്താൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടെക്നിക്കൽ അനാലിസിസ് അല്ല സ്റ്റോക്കിൻ്റെ ഇമ്പോർട്ടൻസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞ് മാത്രമേ ടെക്നിക്കലിന് സ്ഥാനമുള്ളൂ. പക്ഷേ അത് ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഫണ്ടമെൻ്റൽ അനാലിസിസ് പർപ്പസ്ഫുള്ളി പഠിക്കാത്തവർക്ക് ടെക്നിക്കൽ അനാലിസിസ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾ പരാജയപ്പെടേണ്ട സാഹചര്യം വന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഈ ഓർഡറിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഇനി 1-2 ചെറിയ ഫാക്ടേഴ്സും കൂടെ കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ മെട്രിക്സ് എന്തൊക്കെയാണെന്ന് കവർ ചെയ്യും. പിന്നെ നമുക്ക് എങ്ങനെ ഒരു കമ്പനീൻ്റെ അത് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നുള്ളതിൻ്റെ ഒരു ക്വിക്ക് സ്നാപ്ഷോട്ടോടുകൂടി നമുക്ക് ഒരു ക്ലാസ്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ബേസിസിൽ എങ്ങനെ നമുക്ക് അനാലിസിസ് നടത്താമെന്നും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഫോളോ അപ്പ് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ ഗോ ഫോർ അടുത്തത് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിക് മുതൽ നമുക്ക് പഠിക്കാം. ഓക്കെ, നൗ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ ആർക്കാണെങ്കിലും ശരി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. എൻ്റെ സർവീസ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സർവീസ് തരാൻ തന്നെ എനിക്ക് കഴിയും. നിങ്ങളെല്ലാവരും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങളെല്ലാവരും വരണമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.